ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തംബ്നെയിൽ കണ്ട പോലെ PCODക്ക് വേണ്ടിയിട്ടുള്ള 10 സൂപ്പർ ഫുഡ്സിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഫുഡ്സ് PCOD ഉള്ളവർക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അവരുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാനും ശരീരത്തിൽ നീർക്കെട്ട് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന 10 സൂപ്പർ ഫുഡ്സ് ആണ്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് ആണ്. അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചീര, അതുപോലെ ബ്രൊക്കോളി, കെയിൽ, ലെറ്റ്യൂസ്, എഡിബിൾ ആയിട്ടുള്ള ഡാർക്ക് ലീഫി വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ ധാരാളമായിട്ടും വൈറ്റമിൻസും മിനറൽസും പിന്നെ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. മഗ്നീഷ്യം നമ്മുടെ ഇൻസുലിൻ റെഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. സോ അത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഈ ഒരു ഫുഡ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഹൈ ഇൻ ഫൈബേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഡയറ്റിൽ എന്തായാലും ഈ ഒരു കാറ്റഗറി നിങ്ങൾ ഉൾപ്പെടുത്തുക. രണ്ടാമതായിട്ട് ഫാറ്റി ഫിഷസ് ആണ്. അതായത് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ. അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചാള, ചൂര, അയല, അതുപോലെ മത്തി, ഇതെല്ലാം omega-3 ഹൈ ആയിട്ടുള്ള മത്സ്യങ്ങളാണ്. അപ്പം അത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് PCOD ഉള്ളവർക്ക് നല്ലതാണ്. അത് നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹോർമോൺ ബാലൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. മൂന്നാമതായിട്ട് ഹോൾ ഗ്രെയിൻസ് ആണ്. അതായത് ഓട്സ്, ബാർലി, ബ്രൗൺ റൈസ്, അതുപോലെ റാഗി, ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. 3 നേരം അരി ആഹാരം എന്നുള്ളത് കുറച്ചിട്ട് ഏതെങ്കിലും ഒരു നേരം കഴിച്ചിട്ട് ബാക്കിയുള്ള ടൈമിൽ ഈ ഒരു ഹോൾ ഗ്രെയിൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഓട്സിൻ്റെ സ്മൂത്തി ആക്കിയിട്ട് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റിൽ. അതുപോലെ റാഗി വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ റാഗി ദോശ ഉണ്ടാക്കാം, റാഗി പാൻ കേക്ക് ഉണ്ടാക്കാം. അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. വളരെ നല്ലതാണ്. നമുക്ക് PCODക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. കാരണം ഹൈ ഫൈബർ ആണ്, അയൺ കണ്ടന്റ് കൂടുതലാണ്, പ്രോട്ടീൻ സോഴ്സ് ഉണ്ട്, നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നാലാമതായിട്ടുള്ളത് ലെഗ്യൂംസ് ആൻഡ് പൾസസ്. മുളപ്പിച്ച് നമ്മൾ കഴിക്കുന്ന പയറുവർഗ്ഗങ്ങൾ, നമ്മുടെ വെള്ളക്കടല അല്ലെങ്കിൽ കടല, പരിപ്പ്, പയർ വർഗ്ഗങ്ങൾ, ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ബോയിൽ ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ സാലഡ് ഉണ്ടാക്കിയിട്ട് അതിൽ ആഡ് ചെയ്യുക, തോരൻ ആക്കിയിട്ട് കഴിക്കുക. ഇതൊക്കെ വളരെ നല്ലതാണ്. PCOD ഉള്ളവർക്ക് പ്രോട്ടീനിൽ ഇതുപോലത്തെ ലീൻ പ്രോട്ടീൻസ് കഴിക്കുന്നതാണ് നല്ലത്. അഞ്ചാമതായിട്ടുള്ളത് ബെറീസ് ആണ്. ബ്ലൂബെറി, റാസ്ബെറി, അതുപോലെ സ്ട്രോബെറി ആൻഡ് ബ്ലാക്ക്ബെറി. ഇത് നിങ്ങളുടെ ഡയറ്റിൽ കിട്ടുന്നത് എന്താണോ അത് നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്ത് കഴിക്കുക. നല്ല രീതിയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ഈ പറഞ്ഞ ബെറീസ് ഒക്കെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ ഡയറ്റിൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യാം. ആറാമതായിട്ട് നട്ട്സ് ആൻഡ് സീഡ്സ് ആണ്. അതിൽ മെയിനായിട്ട് നമുക്കറിയാം വാൽനട്ടും ആൽമണ്ടും ആണ് നമ്മൾ നട്ട്സിൽ കഴിക്കേണ്ടത്. അത് സോക്ക് ചെയ്ത് തന്നെ കഴിക്കുക, അതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ ഉള്ളത് ഫ്ലാക്സ് സീഡും ചിയ സീഡും ആണ്. ഇതും നമ്മുടെ ഡെയിലി ഡയറ്റിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് കിട്ടേണ്ട കുറേ ഹെൽത്തി ഫാറ്റ്സ് കിട്ടും. അതുപോലെ നല്ലൊരു ഫൈബർ സോഴ്സ് ആണ്. മഗ്നീഷ്യം ഉണ്ട്. ഇത് കഴിക്കുമ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ഒരു ഡേയിൽ എനർജറ്റിക് ആയിട്ടിരിക്കാനും അതുപോലെ നമുക്ക് വിശപ്പ് കുറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരുപാട് നേരം നമുക്ക് ഇങ്ങനെ വിശക്കാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളത് അവക്കാഡോയാണ്. വളരെ നല്ലൊരു ഫ്രൂട്ടാണ്. നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് PCOD ഉള്ളവർക്കായാലും ഇല്ലാത്തവർക്കായാലും ഒക്കെ നല്ല ഒരു ഫ്രൂട്ടാണ്. ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാനൊക്കെ നോക്കുന്നവരാണ്, എന്തെങ്കിലും ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അവക്കാഡോ മസ്റ്റായിട്ടും ആഡ് ചെയ്യുക. അവക്കാഡോ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അവക്കാഡോ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരം വയറ് ഫുള്ളായിട്ട് വിശപ്പ് കുറയുന്ന പോലെയും അതുവഴി നമുക്ക് വെയിറ്റ് മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ നമുക്കറിയാലോ ഹെൽത്തി ഫാറ്റാണ് ഉള്ളത്. ബാക്കിയുള്ള ഓയിലിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. സാലഡ് ഡ്രസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്യാനൊക്കെ നമുക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. അതായത് നമ്മൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഹോർമോൺ ബാലൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് ആൻറ്റി ഇൻഫ്ലമേറ്ററി സ്പൈസസ് ആണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് അങ്ങനത്തെ സ്പൈസസ് നമുക്ക് അവൈലബിൾ ആണ്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മുടെ മഞ്ഞൾ, അതുപോലെ കുരുമുളക്, സിനമൺ, പട്ട. ഇതെല്ലാം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഒന്നെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ടർമറിക് ഡ്രിങ്കോ അല്ലെങ്കിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഉള്ളിൽ കഴിക്കാൻ പറ്റും. അതുപോലെ സിനമൺ ടീ. അപ്പോൾ ടീ അധികം കുടിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു നേരം ടീ ആക്കുക, അല്ലെങ്കിൽ ടീ നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഈ ഒരു സിനമൺ ടീ അല്ലെങ്കിൽ ഗ്രീൻ ടീ ഒക്കെ ആയിട്ട് കഴിക്കുക. ആൻഡ് ലാസ്റ്റ് വൺ ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ ആൻറ്റി ഓക്സിഡൻസ് ഹൈ ആയിട്ടുള്ളതാണ്. അതുപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഹോർമോണൽ ഇംബാലൻസിനെ റെഗുലേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ 10 സൂപ്പർ ഫുഡ്സ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് മെഡിക്കേഷൻ വേണം. അതുപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്.
PCOD പോലുള്ള ഹോർമോണൽ ഇംബാലൻസ് ആകുന്ന കണ്ടീഷൻസിന് മെയിൻ ആണ് നമ്മൾ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്സ് നോക്കുക. അതിൻ്റെ കൂടെ ചെറിയ രീതിയിലെങ്കിലും വർക്കൗട്ട് ചെയ്യുക. ചിലർക്ക് മൈൽഡായിട്ടുള്ള വർക്കൗട്ട് മതിയാവും, ചിലർക്ക് നല്ല ഇൻറ്റൻസിൽ തന്നെ വർക്കൗട്ട് ചെയ്യേണ്ടി വരും. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ആവശ്യത്തിനുള്ള ഉറക്കം. ഒരു 7-8 മണിക്കൂറെങ്കിലും നിങ്ങൾ കറക്റ്റ് ഉറങ്ങിയിരിക്കണം. ആൻഡ് ആ ഉറങ്ങുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഇന്ന് ഉറങ്ങുന്ന ടൈം ആയിരിക്കണം നാളെ ഉറങ്ങുന്നത്, അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ആ ഒരു സ്ലീപ്പ് സൈക്കിൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇത് ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന് മുന്നേ നമ്മൾ PCODക്കാർക്ക് അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഫുഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ PCODക്കാരാണെങ്കിൽ അത് പോയി ഒന്ന് കാണുക. അത് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ ഈ സൂപ്പർ ഫുഡ്സും കൂടെ നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യുക. അതോടൊപ്പം മെഡിക്കേഷൻസ് വേണ്ട കേസസിൽ മെഡിസിൻസ് എടുക്കുക, വർക്കൗട്ട് ചെയ്യുക, സ്ട്രെസ്സ് മാനേജ് ചെയ്യുക, ആൻഡ് നല്ല രീതിയിൽ ഉറക്കം എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.